നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണി എന്ന ആഗോള മുന്നണി ഇപ്പോൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സഖ്യകക്ഷികൾ തമ്മിൽ സീറ്റ് ധാരണയുണ്ടാക്കി വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാനെന്ന ധാരണ കാറ്റിൽ പറത്തിയാണ് തൃണമൂൽ നേതാവ് മമതാ ബാനർജിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാനും കഴിഞ്ഞ ദിവസം ഏകപക്ഷീയ പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വന്നത്. കോൺഗ്രസുമായി എന്നല്ല, പ്രതിപക്ഷ നിരയിലെ ഒരു പാർട്ടിയുമായും സീറ്റ് പങ്കിടൽ സംബന്ധിച്ച നീക്കുപോക്കില്ലെന്ന് കടുത്ത നിലപാടിലാണ് മമത. അതുപോലെ പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റിലും ആം ആദ്മി ഒറ്റയ്ക്കാകും മത്സരിക്കുക എന്ന് ഭഗവത് സിംഗും പറയുന്നു. ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റിൽ ധാരണയുണ്ടാക്കാൻ ആം ആദ്മി കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കെയാണ് സഖ്യനീക്കം അവതാളത്തിലാക്കിയുള്ള പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ബംഗാളിൽ 42 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ 2 മാത്രം കോൺഗ്രസിന് നൽകാമെന്നാണ് മമത നിലപാടെടുത്തത്. കോൺഗ്രസ് ആകട്ടെ 12 സീറ്റാണ് ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീട് അത് 6 സീറ്റായി കുറച്ചെങ്കിലും 2 പ്രതീക്ഷിക്കുകയേ വേണ്ടെന്നാണ് മമതയുടെ നിലപാട്. ബംഗാളിൽ ആധിപത്യമുള്ള തൃണമൂൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്നതാണ് മമതയുടെ അയവില്ലാത്ത നിലപാടിന് കാരണം. ക്ഷയോന്മുഖമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ കൂടെ കൂട്ടിയാലും വലിയ നേട്ടമൊന്നും ഉണ്ടാകാനിടയില്ലെന്നവർ കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാണ് തീരുമാനമെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിൻ്റെ ഭാഗമായി തുടരാൻ തങ്ങളും കാണുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഇതേ നിലപാടാണ് പഞ്ചാബിൽ ആം ആദ്മിയുടേത്. കോൺഗ്രസുമായി ചേർന്ന് മത്സരത്തിനിറങ്ങേണ്ട ആവശ്യം തങ്ങൾക്കില്ലെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ബംഗാളിലും പഞ്ചാബിലും ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീഴുമ്പോൾ തന്നെ ബീഹാറിൽ ജനതാദൾ എസ് നേതാവ് നിതീഷ് കുമാറിൽ കാണുന്ന ചാഞ്ചാട്ടം സഖ്യത്തെ കൂടുതൽ ദുർബലമാക്കുമെന്ന ആശങ്ക പരത്തിയിട്ടുണ്ട്. അധികാരത്തിൽ എപ്പോഴും നോട്ടമുള്ള നിതീഷ് വീണ്ടും BJP പക്ഷത്തേക്ക് ചായുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ NDAയുടെ ഭാഗമായിരുന്നു അദ്ദേഹം. കൂടുതൽ വിശാലമായ സ്വപ്നം കണ്ടാണ് മറുകണ്ഠം ചാടിയത്. ഇന്ത്യ സഖ്യവുമായി കൂടുതൽ വിലപേശലിന് വേണ്ടിയാണോ ഇപ്പോഴത്തെ നിലപാടെന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഏതായാലും പൊതു തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ ഇതുപോലുള്ള നിലപാട് മാറ്റങ്ങൾ ഇനിയും ധാരാളമായി ഉണ്ടായെന്ന് വരും. ഡൽഹി ഭരണത്തിൻ്റെ ഭാഗമാകുക എന്നത് എല്ലാ കക്ഷികളുടെയും സ്വപ്നമാണല്ലോ. തൃണമൂൽ പാർട്ടിയുടെയും ആം ആദ്മിയുടെയും പുതിയ തീരുമാനത്തിൽ കോൺഗ്രസിന് പുറമെ ആശങ്കയൊന്നും പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളാലെ സമ്മർദ്ദത്തിൽ തന്നെയാണ്. പരസ്പര ചർച്ചകൾ വഴി തെറ്റിദ്ധാരണകൾ പരിഹരിച്ച് സഖ്യവുമായി മുന്നോട്ടു പോകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. രാഷ്ട്രീയത്തിൽ അസാധ്യമായതൊന്നുമില്ലാത്തതിനാൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ ഒരുപക്ഷെ നിറവേറിയെന്ന് വരും. ഏതായാലും വരും നാളുകൾ ദേശീയ രാഷ്ട്രീയം ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങളാൽ പ്രകമ്പനം കൊള്ളുമെന്നതിൽ സംശയം വേണ്ട. ഇന്ത്യ സഖ്യകക്ഷികൾ തമ്മിൽ സീറ്റ് ധാരണയുണ്ടാക്കി വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാനെന്ന ധാരണ കാറ്റിൽ പറത്തിയാണ് തൃണമൂൽ നേതാവ് മമതാ ബാനർജിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാനും കഴിഞ്ഞ ദിവസം ഏകപക്ഷീയ പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വന്നത്. കോൺഗ്രസുമായി എന്നല്ല, പ്രതിപക്ഷ നിരയിലെ ഒരു പാർട്ടിയുമായും സീറ്റ് പങ്കിടൽ സംബന്ധിച്ച നീക്കുപോക്കില്ലെന്ന് കടുത്ത നിലപാടിലാണ് മമത. അതുപോലെ പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റിലും ആം ആദ്മി ഒറ്റയ്ക്കാകും മത്സരിക്കുക എന്ന് ഭഗവത് സിംഗും പറയുന്നു. ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റിൽ ധാരണയുണ്ടാക്കാൻ ആം ആദ്മി കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കെയാണ് സഖ്യനീക്കം അവതാളത്തിലാക്കിയുള്ള പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ബംഗാളിൽ 42 ലോക്സഭാ സീറ്റുകളാണുള്ളത്. പരസ്പര ചർച്ചകൾ വഴി തെറ്റിദ്ധാരണകൾ പരിഹരിച്ച് സഖ്യവുമായി മുന്നോട്ടു പോകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ. രാഷ്ട്രീയത്തിൽ അസാധ്യമായതൊന്നുമില്ലാത്തതിനാൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ ഒരുപക്ഷെ നിറവേറിയെന്ന് വരും. ഏതായാലും വരും നാളുകൾ ദേശീയ രാഷ്ട്രീയം ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങളാൽ പ്രകമ്പനം കൊള്ളുമെന്നതിൽ സംശയം വേണ്ട.